പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വനം വകുപ്പ്. മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി. പുലിപ്പല്ല് സമ്മാനമായി നൽകിയ രഞ്ജിത്തിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയാണ്. ശ്രീലങ്കൻ വംശജനായ ഇയാൾ ചെന്നൈയിൽ വെച്ചാണ് സമ്മാനം നൽകിയത്. വേടന്റെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് തീരുമാനം. അതേസമയം വേടൻ ഉൾപ്പെട്ട കഞ്ചാവ് കേസിലെ എഫ്ഐആർ വിവരങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ചാലക്കുടി സ്വദേശി ആഷിഖിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങിയത്. ലഹരി ഉപയോഗവും ഗൂഢാലോചനയും ചുമത്തിയാണ് പോലീസിന്റെ എഫ്ഐആർ. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, 2 കേസായി കണക്കാക്കുന്നത് വനം വകുപ്പിന്റെ കേസും ഒപ്പം എക്സൈസിന്റെ കേസും. ഈ വനം വകുപ്പിന്റെ കേസ് അത് എത്രത്തോളം ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്? കാരണം ഇത് മറ്റൊരാൾ സമ്മാനിച്ച ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതേത് തരത്തിലാണ് അത് അന്വേഷണ സംഘം കണക്കാക്കുന്നത്? അപർണ, വനം വകുപ്പിന്റെ കേസാണ് ഇപ്പോൾ ഗുരുതര സ്വഭാവത്തിലേക്ക് വന്നിരിക്കുന്നത്. കാരണം കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ജാമ്യമടക്കമുള്ള നടപടികളിലേക്കെല്ലാം തന്നെ നീങ്ങിയിരുന്നു. പക്ഷേ പിന്നീട് ഈ വനം വകുപ്പ് എടുത്ത കേസുകൾ ഇപ്പോൾ ജാമ്യമില്ലാ നടപടി എന്നത് മാത്രമല്ല, കടുത്ത ശിക്ഷ ആ രീതിയിലേക്കാണ് ഈ വനം വകുപ്പിന്റെ കേസുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അല്പസമയം മുമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്തരം ഈ ഉൽപ്പന്നങ്ങൾ ഈ പുലിപ്പല്ല് അദ്ദേഹത്തിന്റെ ലോക്കറ്റായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇത് സംബന്ധിയായ കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഈ വന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ ചാർത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും തന്നെ നായാടൽ അടക്കമുള്ള വകുപ്പുകൾ വരുന്നു എന്നതാണ്. ഒരുപക്ഷെ ഇത് സമ്മാനമായി ലഭിച്ചതാണെങ്കിൽ കൂടിയും അതിനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഈ അറിഞ്ഞോ അറിയാതെയോ വളരെ പെട്ടെന്ന് അതിലേക്ക് തന്നെ തിരികെ വരപ്പോൾ ഇപ്പോൾ ഫോറസ്റ്റ് വകുപ്പിന്റെ പ്രതികരണമുണ്ട്. നമുക്ക് അതിലൊന്ന് പോയ ശേഷം വനം വകുപ്പ് ഏത് തരത്തിലുള്ള ഒരു പ്രതികരണമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ളത്, അതിലേക്ക് പോയ ശേഷം ഡാനിയിലേക്ക് വരാം. ഇദ്ദേഹത്തിന് മദ്രാസിൽ ഒരു ഗാനമേള, ഇവരുടെ ഈ റാപ്പ് പരിപാടി അതിൽ ഇടയ്ക്ക് ഒരു ആരാധകൻ കൊടുത്തതാണ്. അപ്പോൾ അയാൾ കൂടെ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു. അതിൽ തന്നെ UK, ഫ്രാൻസ് പൗരത്വമുള്ളവരാണ്. ഇവരുടെ ഈ ശ്രീലങ്കൻ നിന്ന് ഇവർ സംസാരത്തിന്റെ ഭാഷയിൽ നിന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചപ്പോൾ ഫ്രാൻസ് UK പൗരന്മാരാണ്, ശ്രീലങ്കയിൽ നിന്ന് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തവരാണ്. അതിലാണ് അവർ കുറച്ച് പേര് 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് ഡയറക്റ്റ് അവരുമായിട്ട് ബന്ധം അങ്ങനെ ഡയറക്റ്റ് എന്നുള്ള ബന്ധമില്ല, ജസ്റ്റ് അന്നുള്ള ബന്ധമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാമിൽ ബന്ധമുണ്ടെന്നാണ് പുള്ളി ആദ്യത്തെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഡാനി ഇപ്പോൾ ചേർന്നു. ഡാനി പറഞ്ഞു വരുന്നത് നിർണായകമായിട്ടുള്ള വിവരങ്ങളിലേക്ക്, അതായത് കൂടുതൽ ഗൗരവകരമായിട്ടുള്ള കാര്യം ഈ വിഷയമാണ് എന്നുള്ളത് തന്നെയാണ്. വിശദാംശങ്ങളിലേക്ക് ഒരു അപർണ, ഇതിൽ ഏറ്റവും ഗുരുതരമാകുന്നത് ഈ നിരോധിതമായ കാര്യങ്ങളാണ്. കാരണം ഈ പുലിയുടെ പല്ല് അടക്കമുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുക, അത് അറിഞ്ഞും അറിയാതെയുമല്ല, ഇത്തരം വനനിയമപ്രകാരം ഇത്തരം കാര്യങ്ങൾ ഗൗരവതരമായ കുറ്റമാണ്. അതിൽ തന്നെയാണ് ഈ വേടൻ ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ലോക്കറ്റായിട്ട് ഉപയോഗിച്ചു എന്നെല്ലാം തന്നെ പറയുമ്പോൾ പോലും അതിൽ തനിക്കറിയില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ അറിഞ്ഞില്ല എങ്കിൽ കൂടിയും അത് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. താനിത് യഥാർത്ഥത്തിലുള്ളതാണോ, ഇത് ഒറിജിനലാണോ എന്ന് പോലും തനിക്കറിയില്ലായിരുന്നു, അല്ലായിരുന്നെന്നാണ് തൻ്റെ വിശ്വാസം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഇതിപ്പോൾ പരിശോധനയ്ക്ക്, ഫോറൻസിക് പരിശോധനയ്ക്ക് അടക്കം വിധേയമാക്കുന്നുണ്ട്. പക്ഷേ ഈ വനപാലകർക്ക് അത് കൃത്യമായ രീതിയിൽ കണ്ടാലും അത് ആദ്യ പരിശോധനയിൽ തന്നെ അവർക്കത് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് കൈമാറിയ ആളിലേക്കാണ് അന്വേഷണം പോകുന്നത്, അത് രഞ്ജിത്തിലേക്കാണ് പോകുന്നത്. അവർ ഒരു ഇദ്ദേഹവുമായിട്ട് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി കൂടുതൽ ബന്ധമുള്ളവരാണ് രഞ്ജിത്തും അത് മറ്റു പലർക്കും തന്നെയും ഈ ശ്രീലങ്കൻ പൗരത്വവും പിന്നീട് അവിടെ നിന്ന് UK കുടിയേറിയവരും ഉള്ള ഒരു സംഘമാണ്. അവരായിട്ട് പലപ്പോഴായിട്ട് ഈ ചെന്നൈയിലടക്കം കണ്ടുമുട്ടിയിട്ടുണ്ട്, സംഗീത പരിപാടിയിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരെ ഗിഫ്റ്റായിട്ട് നൽകിയതെന്നാണ് പറയുന്നത്. പിന്നീട് ഇതൊരു ലോക്കറ്റിൻ്റെ രൂപത്തിലേക്ക് എത്തിക്കുന്നത് തൃശ്ശൂരിൽ ഓരോ ജ്വല്ലറിയിലാണ് ഇതെല്ലാം പണി ചെയ്യിപ്പിച്ചതെന്നാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അദ്ദേഹത്തെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കും, പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. അവിടുന്ന് സ്വാഭാവികമായും റിമാൻഡ് ചെയ്യപ്പെടും. പക്ഷേ ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുന്നുണ്ട്. 2 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെടുന്നത്. നിലവിൽ അന്വേഷണവുമായി നല്ല രീതിയിൽ തന്നെയാണ് വേടൻ സഹകരിക്കുന്നതെന്നാണ് വനം വകുപ്പ് പറയുന്നത്. അത് 2 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ചാലുടൻ തന്നെ ഈ ഫ്ളാറ്റിലും അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ ഈ ജ്വല്ലറിയിലും അടക്കം എത്തിച്ചുകൊണ്ട് പരിശോധനകൾ നടത്തേണ്ടി വരും. തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കണം. ഒപ്പം ഈ ഇദ്ദേഹത്തിന് ഇത് സമ്മാനമായി നൽകിയ ആളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് അദ്ദേഹത്തെ പരിചയമെന്നാണ് പറയുന്നത്.
അപ്പോൾ അതുവഴി അതിന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അയാളിലേക്കും വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണം എത്തണം. ഇയാൾക്ക് ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിലും വിശദീകരണം വേണം. അങ്ങനെ ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട പിടിയിലായെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഗൗരവതരമായ വകുപ്പുകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് നേരത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചത്. അല്പസമയത്തിനകം തന്നെ കോടനാട് റേഞ്ച് ഓഫീസിൽ നിന്ന് ഇവിടെ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകും. അതിനു മുൻപ് വൈദ്യപരിശോധന പൂർത്തിയാക്കുകയും ചെയ്യും. ഡാനി പോളാണ്. ഏതായാലും 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങും വേടനെ എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഗുരുതരമായിട്ടുള്ള ഒരു വകുപ്പ് കൂടിയാണ് ചുമത്തിയിരിക്കുന്നത്. ആ തരത്തിലാണ് കേസ് നീങ്ങുന്നത് എന്നുള്ള വിവരം കൂടിയാണ് ഡാനി പോൾ നൽകുന്നത്.